അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കേരളത്തിലെ കുംഭമേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇതിപ്പോൾ അപ്ലോഡ് ചെയ്തതിൻ്റെ തലേ ദിവസമാണ് ഞാൻ കുംഭമേളയ്ക്ക് പോയത്. തൊട്ട് മുന്നേ ഞാൻ പോയിരുന്നു 4 ദിവസം മുന്നേ. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റില്ല, നല്ല മാറ്റമാണ്. കാരണം മാറ്റം എന്ന് പറയുമ്പോൾ തിരക്കുകളും പിന്നെ ഘോഷയാത്ര ഇടയിൽ വരുന്നത്, അതായത് ഞങ്ങൾ ബ്രഹ്മാവിൻ്റെയും ശിവൻ്റെയും അവിടെ ഭഗവാൻ അവരുടെ തൊഴുതിട്ട് ഞങ്ങളിപ്പോൾ നമ്മുടെ നിള ആരതി നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴി കണ്ട ഘോഷയാത്രയാണിത്. കാരണം ആദ്യം തന്നെ നമ്മൾ അവിടെയൊക്കെ തൊഴുത്, കാരണം നമ്മുടെ നാട്ടിലും കേരളത്തിലും ബ്രഹ്മാവിൻ്റെ അമ്പലം നമ്മൾ അധികം കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആശയം നമ്മളത് കണ്ടിട്ട് വരുമ്പോഴുള്ള ഘോഷയാത്രയത് നല്ല ജനസാഗരം തന്നെയാണ്. കാരണം 4 ദിവസം മുന്നേ പോയപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഞാനിത് പങ്കുവയ്ക്കുകയാണ്. നല്ല തിരക്കാണ്, പക്ഷേ കാഴ്ച നല്ല, കാരണം നമ്മൾ ഓരോ ദിവസം കഴിയുന്തോറും വ്യത്യസ്തമായ പല ഇത് നമുക്കവിടെ കാണാൻ പറ്റും കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. കഴിവതും നിങ്ങളെല്ലാവരും നേരത്തെ വരിക. ഈ 4 മണിയൊന്നും നോക്കണ്ട, നേരത്തെ വരിക. നേരത്തെ വന്നിട്ട് വണ്ടി ഇപ്പോൾ 4 വീലർ ആണെങ്കിൽ അത് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഭയങ്കര പെട്ടെന്ന് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരത്തെ വരാൻ നോക്കുക. കണ്ടോ, ജനസാഗരം തന്നെയാണ്. തൊട്ട് പിന്നാലെ തിറ വരുന്നുണ്ട്, കാവടി വരുന്നുണ്ട്, ഇങ്ങനെ പലതും വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നിള ആരതിയിലേക്ക്, അതായത് നമ്മൾ ഒന്ന് സ്നാനം ചെയ്യാനൊക്കെയുള്ള ആ വഴിയിലേക്ക് പോകുന്ന വഴി കണ്ട തിരക്കാണ്. കാരണം ഇവിടെ 2 രീതിയിൽ നമുക്കിവിടെ എത്താൻ പറ്റും. ഒന്ന് നാവാമുകുന്ദ ക്ഷേത്രത്തിലേക്ക്, അതായത് തിരൂർ വഴി. ഒന്നെന്ന് പറയുമ്പോൾ തവനൂർ വഴി. ഈ തിരൂർ വഴി വരുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ന്യൂസിലും മറ്റും കണ്ടിട്ടുണ്ടാവും, ഒരു ചെറിയൊരു ബ്രിഡ്ജൊക്കെ ഇല്ലേ, അതിലൂടെ വേണം തിരൂർ വഴി നിങ്ങൾ വരുമ്പോൾ, അതായത് നാവാമുകുന്ദ ക്ഷേത്രത്തിൽ ഇറങ്ങിയിട്ട് അതിൽ കൂടെ വരുമ്പോൾ. പക്ഷേ ബ്രിഡ്ജിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പെട്ടെന്ന് എല്ലാവരെയും ഒരുമിച്ച് കടത്തിവിടില്ല. പതിയെ 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 കടത്തിവിടുള്ളൂ. അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു സ്ഥലമാണ് തവനൂർ വഴി. അതായത് നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഇപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ, ദൂരത്തുനിന്ന് വരികയാണെങ്കിൽ ഗൂഗിൾ മാപ്പിൽ തവനൂർ ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം തവനൂരിലാണ്. അതായത് പുഴയുടെ അപ്പുറം ഇപ്പുറമാണ്. ഇപ്പോൾ പുഴയുടെ ഇപ്പുറത്താണ് നാവാമുകുന്ദ ക്ഷേത്രമെങ്കിൽ പുഴയുടെ അപ്പുറത്താണ് ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം. അപ്പോൾ നിങ്ങൾ നേരെ ഗൂഗിളിൽ അത് അടിച്ചു കൊടുക്കാം. അപ്പോൾ ബ്രഹ്മാവ് ടെമ്പിളിൻ്റെ നേരെ ഫ്രണ്ടിലേക്ക് വരും. അവിടെ നിങ്ങൾ നല്ലൊരു പാർക്കിംഗ് സൗകര്യം എവിടെയുള്ളത് വെച്ചാൽ അവിടെ വെച്ചിട്ട് നേരെ ഇറങ്ങിയാൽ മതി. കാരണം അതായിരിക്കും നിങ്ങൾക്ക് സൗകര്യം. അപ്പോൾ ഞങ്ങൾ കാവടിയെല്ലാം കണ്ട്, കാരണം എനിക്ക് തന്നെ, ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അന്ന് വന്ന പോലെയല്ല ഇപ്പോൾ ഇവിടെ. അപ്പോൾ കാവടിയെല്ലാം കണ്ടു, നല്ല ഭംഗിയായി, നല്ലൊരു കളർഫുള്ളായിരിക്കുന്നു കേട്ടോ. വിശ്വാസികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു, നന്നായി കൂടിയിട്ടുണ്ട്. കാരണം നമ്മളിവിടെയായിട്ട് കുളിക്കേണ്ടത്. തൊട്ടിപ്പുറത്തായിട്ട് യോഗ നടക്കും, സൂര്യ നമസ്കാരം നടക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ കുളിക്കേണ്ടത്. കുളിച്ച് സ്നാനം കഴിഞ്ഞിട്ട്, കാരണം അവിടുത്തെ തിരക്ക് കണ്ടു. സ്ത്രീകൾക്കായിട്ട് അപ്പുറത്തെ സൈഡിലുണ്ട് കേട്ടോ വസ്ത്രം മാറാൻ. ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ നിള ആരതി നടക്കുന്ന ആ സ്ഥലം. നിങ്ങൾ തിരക്ക് നോക്കൂ. ഇത് ഞാൻ എടുത്തത് ഒരു 5:30-6 മണി ആ ടൈമിലാണ്. അപ്പോഴത്തെ തിരക്കാണിത്. കാരണം സ്റ്റാർട്ട് ചെയ്യുക 7 മണിക്കാണ് നിള ആരതി സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പം എൻ്റെ തൊട്ട് പിന്നാലെ ആളുകളുടെ എണ്ണ കേട്ടോ, നോക്കൂ. ഇതൊന്നുമല്ല, ഇനിയും നമുക്ക് കൂടിക്കൊണ്ടേയിരിക്കും. പിന്നെ കുടിക്കാനൊക്കെ നമ്മുടെ സേവാഭാരതി അവിടുത്തെ ആളുകൾ വെള്ളം എല്ലാം നമുക്ക് തരുന്നുണ്ട്. ഇതാണ് നൈറ്റിലേത്. കാരണം ഞെട്ടിപ്പോവും, അത്രയ്ക്ക് തിരക്കാണ്. ഫുള്ള് ആ ദൂരെ കാണുന്ന അവിടെയാട്ടോ നീളാരതി നടക്കുന്നത്. കാരണം നിങ്ങൾക്ക് അടുത്തുനിന്ന് കാണണമെങ്കിൽ നിങ്ങൾ നേരത്തെ വരണം. അത് 4 മണി നോക്കണ്ട, നേരത്തെ വരിക. ഒരു 2-3 മണിക്കൊക്കെ വരിക. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. എന്നൊരു ചെറിയൊരു ഇതായിരുന്നു വീഡിയോ ആണ്. എന്തായാലും കഴിവതും നിങ്ങൾ ഫെബ്രുവരി 3-ാം തീയതി വരെ വെയിറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾ നേരത്തെ വരിക. നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഒരു ആദ്യത്തെ സംഭവമാണ്. അപ്പോൾ അതെല്ലാവരും കാണാം. കാരണം ഇനിയൊരു ചാൻസ് ചിലപ്പോൾ നമുക്ക് കിട്ടാനും സാധ്യത കുറവല്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വന്നു വരിക, എല്ലാവരും കാണാൻ, നേരത്തെ വരാൻ നോക്കുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ. എല്ലാവരും നേരത്തെ തന്നെ വരണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.